ലിസിന്റെ മനസ്സിൽ പല ചിന്തകളും വന്നു. അവരെ വ്യത്യസ്തമാക്കുന്നതെന്ത്? അവർ ജനിച്ച സാഹചര്യം, അവർ വളർന്ന സാഹചര്യം. ഞാൻ എനിക്ക് പറ്റുന്നതിനേക്കാൾ പരിശ്രമിക്കുന്നുണ്ട്, ഇനിയും പരിശ്രമിക്കേണ്ടതായിട്ടുമുണ്ട്. പ്രിൻസിപ്പൽ ലിസിനോട് പറഞ്ഞു. ഇമ്പോസിബിളായി ഒന്നും തന്നെയില്ല. തിരിച്ചു ചെന്ന ലിസ് തൻ്റെ കോളേജ് സ്റ്റഡീസ് ഫിനിഷ് ചെയ്യാൻ ഒത്തിരി സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നു. അവസാനം ന്യൂയോർക്ക് ടൈംസ് ഏർപ്പെടുത്തുന്ന ഒരു സ്കോളർഷിപ്പിന് ലിസ് അപ്ലൈ ചെയ്തു. കുറച്ചധികം സമയമെടുത്തു ആർട്ടിക്കിൾ ഫിനിഷ് ചെയ്യാൻ. എന്നാലും അവളെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. ആ ദിവസം ഇടാൻ നല്ലൊരു ഡ്രസ്സില്ലാത്തതിനാൽ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അവൾ ഒരെണ്ണം വാങ്ങിക്കുന്നു. ലിസ് തൻ്റെ പഴയ കൂട്ടുകാരിയെ കണ്ടു. അവളിപ്പോഴും സ്കൂളിൽ പോകുന്നില്ല. ലിസ് പറഞ്ഞു, എനിക്ക് പഠിക്കണം. ലിസ് അവളുടെ പഴയകാലം മറന്ന് മുന്നോട്ട് നടക്കുന്നു. ലിസ് എക്സാമിനറിന്റെ മുന്നിൽ സത്യസന്ധമായി എല്ലാം തുറന്നു പറഞ്ഞു. കൂടാതെ അവൾ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നും ജീവിതം ബെറ്റർ ആക്കണമെന്നും പറഞ്ഞു. ഈ ഇൻ്റർവ്യൂ പാസ്സായാലേ ലിസിന് മതിയാകൂ. ശേഷം എക്സാമിനർ ലിസിനോട് അവൾ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞു. അവളുടെ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല. പിന്നീട് കഠിന പ്രയത്നം കൊണ്ട് 4 വർഷത്തെ പഠനം ലിസ് 2 വർഷങ്ങൾ കൊണ്ട് തീർത്തു. ഒരു ഇൻ്റർവ്യൂവർ ഇതെങ്ങനെ സാധിച്ചു എന്നതിന് ലിസ് പറഞ്ഞു, ഞാൻ എങ്ങനെ അത് ചെയ്യാതിരിക്കും? ശരിയാണ്, സബ്വേയിൽ ഉറങ്ങിയും ഭിക്ഷ യാചിച്ചും കുപ്പത്തൊട്ടിയിൽ നിന്ന് കഴിച്ചും എന്നും അവൾ മുന്നോട്ടു പോകും എന്നതിനെക്കുറിച്ച് ഓർത്തു. ലിസ് പഠിക്കാൻ ആരംഭിച്ചു, അവൾക്ക് പറ്റുന്ന വിധത്തിൽ. അവസാനം ഒരു ഇതിഹാസം തന്നെ തീർത്തു. ഇതൊരു ട്രൂ സ്റ്റോറിയാണ്, ലിസ് മൊറയുടെ ട്രൂ സ്റ്റോറി. ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.